ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഡ്രസ്സ്. ഷോളുണ്ട്, പക്ഷേ ഷോൾ എടുത്തില്ല. എനിക്കത് എങ്ങനെ ഇടണമെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രസ്സ് മാറി അമ്പലത്തേക്ക് പോയിട്ട് വന്നു. ഡ്രസ്സ് മാറി ഇനി നമ്മൾ ചോറെണ്ണം പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സലാഡൊന്നും ഉണ്ടാക്കണം. സലാഡല്ലല്ലോ, സർലാസ് ഉണ്ടാക്കണം. അപ്പോൾ സദ്യ ഒന്നുണ്ട്, അതിനായിട്ട് നമുക്ക് സലാഡ് ഉണ്ടാക്കാം. നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ പോവാം. എന്നിട്ട് നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമുക്ക് സർലാസ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കുക്കുംബറും ക്യാരറ്റ് എടുക്കാം. എന്നിട്ട് അതിന് രണ്ടിൻ്റെയും തൊലി കളഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് പോർഷനിലുള്ള ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് കഴുകി കൊണ്ടുവരാം. ഇനി നമുക്ക് കുക്കുംബർ, തക്കാളി, ക്യാരറ്റ്, സവോള, പിന്നെന്താ ഉള്ളത്, ഇഞ്ചി ഒക്കെ ഇട്ട് ഇങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ട് കാണാം. ഇവിടെ മുതലാണ് എൻ്റെ അമ്മ അരിയാൻ തുടങ്ങിയത്. കാരണം ക്യാരറ്റ് അരിയാനാണെങ്കിൽ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാൻ അരിയുമ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാണ് വരുന്നത്, അമ്മ അരിയുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് അരിയുന്നത്. പിന്നെ സർലാസിലിടുമ്പോൾ ചെറിയ കഷ്ണങ്ങളല്ലേ വേണ്ടത്, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെ നമ്മൾ സർലാസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറുണ്ണുമ്പോൾ കാണാം. നമ്മൾ സർലാസ് ഉണ്ടാക്കി. ഇനി എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഞാൻ ഇപ്പോൾ കൈ വേനല്ല, ഞാൻ കട്ട് ചെയ്യുന്ന പീസസൊക്കെ കുറച്ച് വലുതാവും. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ അമ്മ അത് കുഞ്ഞാന്ന് അരിഞ്ഞ് ചെറുതാക്കി. എന്നിട്ട് ഞാൻ സർലാസ് ഉണ്ടാക്കി എന്നുള്ള പേരിന്. അപ്പോൾ സർലാസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അച്ഛൻ വന്നിട്ട് നമുക്ക് ചോറുണ്ണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോറുണ്ണാൻ പോവാം. എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നേരത്തെ ചോദിച്ചാലും, എന്നാലും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പോവാം. ചോറൊക്കെ റെഡി. ഇനി മറ്റേ പപ്പടം, ഷേപ്പിലുള്ള പപ്പടം വറക്കാൻ വേണ്ടി പോയി കാണാം അച്ഛനും. ഇതാണ് ഞാൻ പറഞ്ഞ പപ്പടം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ചേച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. പോയി വരുമ്പോൾ നമ്മൾ കേക്ക് വാങ്ങും. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്നോട് ഒറ്റയ്ക്കാക്കിയിട്ട് തന്നെ എന്നോടാക്കിയിട്ട് അച്ഛനും ചേച്ചിയും കൂടിയിട്ട് ഏതൊരു കടയിലേക്ക് പോയിട്ടുണ്ട്. ചെരുപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ. എന്നോടാക്കിയിട്ട് അവിടെ പോയിക്കും. ഇങ്ങനെ എന്നാൽ കാണാൻ പറ്റും, കാണിച്ചു തരാം. ദേ
2 പേര് നിൽക്കുന്നു. അതെന്തോ ചെരുപ്പോ എന്തോ സാധനം നോക്കുക. ഓക്കെ ഗൈസ്, ചെരുപ്പ് വാങ്ങാം. മനസ്സിലായി. ഇപ്പം ഒരു വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ പോയി അങ്ങോട്ട് വീണ്ടും പോയി. എന്തിനാണെന്നറിയോ? ചെരുപ്പ് വാങ്ങാൻ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കുറച്ച് മരുന്ന് വാങ്ങാണ്ടായിരുന്നു അച്ഛമ്മയ്ക്ക്, അപ്പം അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ കേക്ക് വാങ്ങാൻ വേണ്ടി ബിഗ് കേക്ക് ഹൗസിലേക്ക് വന്നിക്കാണ്. അവിടെ നിന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷേക്കും കുടിച്ചത്. അവിടേക്ക് തന്നെയാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കേക്ക് വാങ്ങാൻ. അതിൻ്റെ അകത്തേക്ക് ചെന്നപ്പോൾ നമുക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ സൈഡിൽ നോക്കിയപ്പോൾ ഇങ്ങനത്തെ കുറേ കേക്കുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ സെലക്ട് ചെയ്തത് ഈ കേക്കാണ്. പിങ്ക് ഉണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ഞാൻ നോക്കിയത്, പക്ഷെ പിങ്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കേക്ക് എടുത്തു. പിന്നെ ഇതാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയുണ്ട്, ഇതുവരെയായിട്ട് വാങ്ങാത്ത കേക്ക് ആയതുകൊണ്ട് ഇതന്നെ എടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ പേര് എഴുതണ്ടായിരുന്നു. ആ പേര് എഴുതുന്ന ടൈം കൊണ്ട് നമ്മൾ മുകളിൽ പോയിട്ട് ഷേക്കൊക്കെ കുടിച്ച്. ഞാൻ ബട്ടർ സ്കോച്ച് വാങ്ങി, പിന്നെ അച്ഛൻ വാങ്ങി, അച്ഛൻ ഷാർജ വാങ്ങി, ചേച്ചി ചോക്ലേറ്റും വാങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് കേക്കും വാങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, നമ്മൾ കേക്ക് വാങ്ങി.